പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് എത്ര പഠിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളത്. ചില ആളുകളെ നമുക്ക് ഡിഗ്രി വെച്ചിട്ടോ പഠിപ്പ് വെച്ചിട്ടോ അളക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരു സൈക്കോ CEO ആയ അമ്മയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത്. എന്തുകൊണ്ടായിരുന്നു ഒരു കമ്പനിയുടെ CEO ആയിട്ടുള്ള ആ ഒരു സ്ത്രീയെ സൈക്കോ അമ്മ എന്ന് വിളിച്ചത്? 4 വയസ്സുള്ള അവരുടെ സ്വന്തം മകനെ അവർ കൊലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് ഈ ഒരു കേസിൽ പോലീസ് പറയുന്നത്? എന്താണ് ഈ ഒരു കേസിൽ ആ സ്ത്രീ പറയുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. ഒരു AI ഫേമിന്റെ CEO ആണ് സുജന സേത്ത് എന്ന് പറയുന്ന ഈ ഒരു അമ്മ. അപ്പോൾ അവരവരുടെ 4 വയസ്സുള്ള മകനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 4 വയസ്സുള്ള ഒരു പയ്യന്റെ പേര് ചിന്മയ് സേത്ത് എന്നായിരുന്നു. ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് ഗോവയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഗോവയിലെ ഒരു റിസോർട്ടിലായിരുന്നു ചിന്മയും അതുപോലെ തന്നെ ഈ ഒരു സുജനയും താമസിച്ചിരുന്നത്. അവിടെ നിന്ന് സുജന കർണാടകയിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്യുകയായിരുന്നു. ഒരു സൈക്കോ ആയിട്ടുള്ള കൊലയാളിയാണ് തൻ്റെ ടാക്സിയിൽ ഇരിക്കുന്ന സ്ത്രീ എന്നുള്ളത് ആ ഒരു ടാക്സി ഡ്രൈവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു സുജനയുടേത്. അവരുടെ വർക്കിന്റെ ആവശ്യത്തിനും മറ്റുമൊക്കെയാണ് കർണാടകയിൽ താമസമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുൻപാണ് ഇവർ ഗോവയിലോട്ട് വന്നത്. അവിടെ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് എടുത്തിട്ടായിരുന്നു താമസിച്ചിരുന്നത്, വെക്കേഷന്റെ പർപ്പസിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു അപ്പാർട്ട്മെന്റ് വെക്കേറ്റ് ചെയ്തിട്ട് ആ അപ്പാർട്ട്മെന്റിന്റെ ആളുകളോട് പറഞ്ഞിട്ടായിരുന്നു ക്യാബൊക്കെ അറേഞ്ച് ചെയ്തത്. കർണാടകയിലോട്ട് പോകാനായിട്ട് ക്യാബ് വേണമെന്ന് അപ്പാർട്ട്മെന്റ് അധികൃതരോട് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കർണാടകയിലോട്ട് ഗോവയിൽ നിന്ന് പോകാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം ഫ്ലൈറ്റ് ആണ്. കാറിന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ ഏകദേശം ഒരു 3 ഇരട്ടിയോളം ചിലവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തിനാണ് ഇവർ കാറിൽ പോകുന്നത് എന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടാവുകയാണ്. ഇവരെന്തായാലും കാറിന് തന്നെ പോകുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഈ അപ്പാർട്ട്മെന്റുകാർ ഒരു ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്യുകയാണ്. രാത്രി 11 മണിയൊക്കെ ആയപ്പോഴത്തേനുമായിരുന്നു ഈ ഒരു ക്യാബ് ഡ്രൈവറെ വിളിച്ചത്. റോയ് ജോൺ ഡിസൂസ എന്നായിരുന്നു ആളുടെ പേര്. ആളും കോ ഡ്രൈവറും കൂടെയും ആ ഒരു അപ്പാർട്ട്മെന്റിലോട്ട് എത്തുകയാണ്. അതിനുശേഷം സുജന ആ ഒരു കാറിലോട്ട് കയറി ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചു. അതിനുശേഷം കാറ് കർണാടക ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയുടെ ഇടയിൽ സുജന ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ഡ്രൈവറോട് ഒരൊറ്റ വാക്കുപോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വളരെ സൈലന്റ് ആയിട്ട് വളരെ കാമായിട്ട് ഇരിക്കുകയായിരുന്നു. അതായത് ഒരു ക്രൈം ചെയ്തിട്ടുള്ളതിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെയോ യാതൊരു മുഖഭാവവും അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ഡ്രൈവർക്ക് ഒരു കോള് വരികയാണ്. ഗോവ പോലീസിന്റെ കോളായിരുന്നു അത്. സീൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വെക്കേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു അപ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്യാൻ പോയ ആളുകൾ അവിടെ ബ്ലഡ് സ്ട്രെയിൻസ് കാണുകയാണ്. അപ്പോൾ അപ്പാർട്ട്മെന്റ് അധികൃതർ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നിയിട്ട് നേരെ പോലീസിനെ വിളിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വന്നപ്പോൾ മകൻ കൂടെ ഉണ്ടായിരുന്നു, പോയപ്പോൾ മകൻ കൂടെയില്ല. അങ്ങനെയാണ് പോലീസുകാർ ആ ഒരു ടാക്സി ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്തത്. എന്നിട്ട് ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, നീ മുഖത്ത് വലിയ ഭാവവ്യത്യാസവും കാര്യങ്ങളൊന്നും കാണിക്കണ്ട, എന്തായാലും ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി, ഇപ്പം എന്തായാലും പോകുന്ന പോലെ പോകട്ടെ എന്നുള്ളൊരു കാര്യം പറയുകയാണ്. പോലീസുകാർ ആ ഒരു ഡ്രൈവറോട് കൊങ്ങിണി ലാംഗ്വേജിലായിരുന്നു സംസാരിച്ചത്. അത് സുജനക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായില്ല. അപ്പോൾ പോലീസുകാർ അടുത്തതായിട്ട് കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാരൊക്കെ ഉള്ള സ്ഥലത്തോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇയാൾ ഒരു ഐഡിയ ചെയ്തെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ട്രാഫിക് അധികമുള്ള സ്ഥലത്ത് കൂടെ വണ്ടി എടുത്തു. എന്നിട്ട് ഈ ഒരു സുജനയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എയർപോർട്ടിൽ മാഡത്തിനെ ഡ്രോപ്പ് ചെയ്യാം, ഇവിടെ നിന്ന് എന്തായാലും ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും, അപ്പോൾ വേഗം എത്താം, ഈ ഒരു വഴി കൂടെ പോകാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രാഫിക്കിന് ഒരു 3-4 മണിക്കൂർ ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ സുജന പറഞ്ഞു, വേണ്ട, എയർപോർട്ടിലോട്ടൊന്നും പോകണ്ട, എന്തായാലും നമുക്ക് ടാക്സിക്ക് തന്നെ കർണാടകയിലോട്ട് പോകാമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്ലാനും നടന്നില്ല. അങ്ങനെ ആളവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പോലീസ് സ്റ്റേഷൻ ഇയാളിങ്ങനെ തപ്പുന്നുണ്ടായിരുന്നു. ഫോണിൽ ഇയാൾ മാപ്പിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ അടിച്ചു നോക്കിയപ്പോൾ ഇയാൾക്ക് ആദ്യം കാണാനായിട്ട് സാധിച്ചത് ഏകദേശം 150 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ എന്തോ ഒരു മാപ്പിൻ്റെ എന്തോ ഇഷ്യൂ കാരണമാണ് എന്തായാലും അത്രയും അകലെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു ആളുടെ മാപ്പിൽ കാണിച്ചതായിട്ട് പറയപ്പെടുന്നത്. സുജന എയർപോർട്ടിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ലഗേജിൻ്റെ ഉള്ളിലായിരുന്നു അവരുടെ 4 വയസ്സുള്ള മകൻ്റെ ബോഡി ഉണ്ടായിരുന്നത്. എയർപോർട്ടിലെ ചെക്കിങ്ങിൽ പിടിക്കും എന്നുള്ളത് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് കാറിന് തന്നെ പോയാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യാന്ന് അറിയാതെ ഈ ഒരു 150 കിലോമീറ്ററിൻ്റെ സീൻ കണ്ടിട്ട് പോയിട്ട് ഡ്രൈവർ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ചങ്ങോട്ട് പോയിട്ട് വണ്ടി നിർത്തി. ഒരു എന്താ പറയുക ഒരു റെസ്റ്റോറൻ്റ് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സുജന ചോദിച്ചു, എന്താണ് വണ്ടി നിർത്തിയെന്ന്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഞങ്ങൾക്ക്
എന്തായാലും ഒന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണം, അതിനുവേണ്ടി നിർത്തിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആളും കോ ഡ്രൈവറും പുറത്തിറങ്ങി ആ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ കൊണ്ടുപോയി. അതിനുശേഷം അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. ആ വാച്ച്മാൻ്റെ അടുത്ത് വല്ല പോലീസ് സ്റ്റേഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ആ വാച്ച്മാൻ്റെ അടുത്ത് ഒരു വഴി ചോദിക്കുകയാണ്. വാച്ച്മാൻ കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ചിത്രദുർഗ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അത്. അങ്ങനെ ഇവർ ഗോവ പോലീസിനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവാണെന്നുള്ള കാര്യം പറഞ്ഞു. ഗോവ പോലീസുകാർ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇൻഫോം ചെയ്തു, ഇതുപോലെ തന്നെ ഒരു വണ്ടി വരും, അതിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഉണ്ട്, നിങ്ങൾ ആ ഒരു സ്ത്രീയെ കസ്റ്റഡിയിൽ എടുക്കണം, അതുപോലെ തന്നെ അവരുടെ ലഗേജ് മുഴുവൻ പരിശോധിക്കണം, ഒരു കൊലയാളിയാണോ എന്നുള്ളൊരു സംശയമുണ്ട്, ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതായത് ഗോവ പോലീസ് അവിടെ നിന്ന് ഈ ഒരു കർണാടക ലക്ഷ്യമാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോയി. അവിടെ നിന്ന് ആ ഒരു സർവീസ് റോഡ് കയറി. ഈ ഒരു സമയത്തൊക്കെ ഗോവ പോലീസ് ലൈനിലുണ്ടായിരുന്നു കേട്ടോ, കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന സമയത്ത് ഈ സ്ത്രീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേനും ഇവർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടും ഇവർ വലിയൊരു പാനിക് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഡ്രൈവറുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയെന്നുള്ളത്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഗോവയിലുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. ഇത് എന്താ പറയുക, ടാക്സി ഡ്രൈവേഴ്സിനുള്ള ഒരു ചെറിയ റൂളാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ സുജന വിചാരിച്ചു ഓക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രൈവർ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് പറയുകയാണ്. അപ്പോഴത്തേനും പോലീസുകാരൊക്കെ വന്നു. അതിനുശേഷം ഈ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ലഗേജും മറ്റുമൊക്കെ പരിശോധിക്കുകയാണ്. ആ ലഗേജിൻ്റെ ഉള്ളിൽ നിന്ന് 4 വയസ്സുള്ള ഇവരുടെ മകൻ്റെ മൃതദേഹം പോലീസുകാർ കണ്ടെത്തുകയും ചെയ്തു. ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് 6 ദിവസത്തോളം കസ്റ്റഡി സമയം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ട ബ്ലഡ് എൻ്റെ പീരീഡ് ബ്ലഡാണ്, എനിക്ക് പീരീഡ്സിൻ്റെ സമയമായിരുന്നു, അല്ലാതെ എൻ്റെ മകനെ ഞാൻ കൊന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം കിടന്നുറങ്ങിയതായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മകൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് വിളിച്ചൊക്കെ നോക്കി, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മകൻ മരിച്ചുപോയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകനെ ഞാൻ കൊന്നു എന്നുള്ളതായിരിക്കും എല്ലാവരും കരുതുക. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മറക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇവിടെ നിന്ന് നേരെ കർണാടകയിലോട്ട് പോകാമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ കൂടെ ഉണ്ടായിരുന്ന, അതായത് കൊണ്ടുവന്ന ലഗേജിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് നേരെ ടാക്സി എടുത്തിട്ട് പോകാമെന്നുള്ളൊരു കാര്യമായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ താൻ തൻ്റെ മകനെ കൊന്നതല്ല, ആ ഒരു മരണം മറക്കാൻ താൻ ശ്രമിച്ചതായിരുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു സ്ത്രീ പോലീസിനോട് പറയുകയാണ്. എന്നാൽ പോലീസുകാർ പറയുന്നത് ഇത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു മേർഡർ ആണെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ താമസിച്ചിരുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കാലിയിട്ടുള്ള 2 കഫ് സിറപ്പിൻ്റെ ബോട്ടിൽ കിട്ടുകയാണ്. ഹെവി ഡോസുള്ള കഫ് സിറപ്പായിരുന്നു അത്. അപ്പോൾ ഇത് ആ മകന് കൊടുത്തതിന് ശേഷം എന്താ പറയുക, ബോധമൊക്കെ പോയിട്ടുണ്ടാവും. അതിനുശേഷം മുഖത്ത് തലയണയോ ഏതെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തോ വെച്ച് കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസുകാർ പറയുന്നത്. ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതേപോലെ തന്നെ ശ്വാസം മുട്ടിച്ചിട്ടായിരുന്നു കൊലപ്പെടുത്തിയത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടി ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നുള്ള തരത്തിലായിരുന്നു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കൊലപാതകമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളൊരു തരത്തിലാണ്. പിന്നെ റിപ്പോർട്ടിലുണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേക്ക് പരിക്കുകളൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇവർ മെഡിക്കൽ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇവരുടെ മനോനില ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനോനില ശരിയാണോ എന്ന് ഉള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുള്ളൊരു തരത്തിലുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജക്കാർത്തയിലായിരുന്നു ഈ ഒരു കുട്ടിയുടെ അച്ഛനുണ്ടായിരുന്നത്. വിവരമറിഞ്ഞ അച്ഛൻ ഉടനെ തന്നെ നാട്ടിലോട്ട് എത്തുകയായിരുന്നു. ഓട്ടോപ്സിക്ക് ശേഷം അച്ഛൻ ആ ഒരു ബോഡി ഏറ്റുവാങ്ങുകയും ചെയ്തു. വെങ്കട്ടരാമൻ എന്നാണ് അച്ഛൻ്റെ പേര്. ആൾ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. 2010 ഇവരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞത്. 2019 ഈ ഒരു കുഞ്ഞ് ജനിച്ചത്. അതിനുശേഷം ഇവർക്കിടയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവർ പിരിയുകയും ചെയ്തു. ഇവർ ഡിവോഴ്സിനൊക്കെ കൊടുത്തിട്ട് കുറച്ച് നാളായി, ഇപ്പോൾ 2 വർഷമായിട്ട് കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ കസ്റ്റഡിയെ സംബന്ധിച്ചിട്ട് കോടതിയിൽ ഒരു എന്താ പറയുക ഒരു വെർഡിക്റ്റ് വരികയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അച്ഛനെ എന്താ പറയുക അച്ഛന് കുഞ്ഞിനെ കാണിക്കണം എന്നുള്ളൊരു വ്യവസ്ഥയായിരുന്നു അത്. എന്നാൽ ഈ ഒരു സ്ത്രീ അതിന് തയ്യാറായിരുന്നില്ല. ഞായറാഴ്ച കാണിക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 5 ആഴ്ചകളോളമായിട്ട് ഈ അച്ഛന് കുഞ്ഞിനെ കാണാനായിട്ടുള്ളൊരു അവസരം ഈ ഒരു സ്ത്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ 6ാമത്തെ ആഴ്ചയായിരുന്നു ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആ സ്ത്രീ ഗോവയ്ക്ക് പോയത്, ഇയാൾ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ടാണ് ഈ ഒരു സ്ത്രീ ചെയ്തത് എന്നതാണ്. എന്നാലും ഇതൊക്കെ അസംഷൻസ് ആണ്. കോടതിയുടെ വിധി വരുന്നത് വരെ എന്താണ് സത്യം എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല.
അപ്പോൾ ഇവർ കൊന്നു എന്ന് പറയുന്നതിൻ്റെ മോട്ടീവായിട്ട് എക്സ്പേർട്സ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ, അതായത് ഓൾറെഡി ഇവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അടുത്തൊരു കാര്യം ഹിസ്റ്ററി ഓഫ് അബ്യൂസ്, അതുപോലെ തന്നെ ട്രോമ. പിന്നെ അടുത്തൊരു സീൻ എന്താണെന്ന് പറയുന്നത് ഓവറായിട്ടുള്ള സ്ട്രെസ്സും അതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യമായിട്ട് പറയുന്നത് സബ്സ്റ്റാൻസ് അബ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അതായത് ഇതൊക്കെ അസംഷൻസ് ആണ്. ഇതൊക്കെ മേ ബി ഇത്തരത്തിലുള്ള റീസൺസ് ഒക്കെ കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ക്രൈം ഇവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത എന്നുള്ളത് കുറച്ച് എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ എന്താണ് കരുതുന്നത്? ആ ഒരു അമ്മ തന്നെയാണോ ആ ഒരു കുഞ്ഞിനെ കൊന്നത്? അല്ലാന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് പോലെ കിടന്നുറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ ആ ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യാമെന്നറിയാതെ ആ ഒരു കുഞ്ഞിൻ്റെ ബോഡിയും പാക്ക് ചെയ്തിട്ട് അമ്മ പോയതാണോ? പോലീസുകാരെന്തായാലും പറയുന്നത് ആ അമ്മ തന്നെയാണ് അത്തരത്തിലൊരു കൊലപാതകം ചെയ്തത് എന്നാണ്. എന്താണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. Stay safe.